ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്കിത് എവിടുന്ന കുഞ്ഞോളെ കിട്ടിയത്? പണ്ട് നീ ഇവിടെ വന്ന സമയത്ത് തമ്പുരാട്ടിയുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയത് വല്ലതും ആണോ? അന്നെനിക്ക് മോഹമുണ്ടായിരുന്നു, തമ്പുരാട്ടിയെ പോലെ അണിഞ്ഞൊരുങ്ങി നടക്കാനും അതുപോലെ ജീവിക്കാനും. അന്നതിന് കഴിഞ്ഞില്ല. ആ ആഗ്രഹമൊക്കെ നടത്തുന്നത് ഇപ്പോ ഈ പ്രായത്തിലാ. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഇനി എന്റെ ആവശ്യമൊന്നുമില്ലല്ലോ. സിദ്ധര് പൊയ്ക്കോളൂ. ആവശ്യം വന്നാ ഞാൻ വിളിപ്പിച്ചോളാം. ആയിക്കോട്ടെ. കുഞ്ഞോളെ, ഇവിടെ എങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? ഇവിടെ മൊത്തം തപ്പണ്ടേ? നമുക്ക് ആവശ്യമുള്ളത് വല്ല ഉണ്ടോ നോക്കണ്ടേ? ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ആവശ്യമുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ആ പെണ്ണില്ലേ ഐശ്വര്യ, അവളെ എന്നേക്കുമായി ഒഴിവാക്കണം കേട്ടോ. ഇനി അവളെ തലയിച്ച് നോക്കണ്ട. ഇങ്ങനെ എന്തൊക്കെയോ ഉള്ളതാ ആ പെണ്ണിന്റെ അഹങ്കാരം. അതെ, അത് നമുക്ക് തീർക്കണം. നീ ഇവിടെ ഇരിക്കെ, കാറിലെ ഒരു സാധനം ഇരിപ്പുണ്ട്, ഞാനും എടുത്തോണ്ട് വരാം. ഇന്നെനിക്ക് കൂടി ചാറുമാതിക്കണം. പുറകുവശം വഴി പോയാ മതി. ആയിക്കോട്ടെ. ഭദ്രേട്ടന് ഒരു ജയിൽവാസയോഗം കാണുന്നുണ്ടല്ലോ. താൻ വാ. കരയണോ? അത് പഴയ കാര്യങ്ങളൊക്കെ ഓർത്തപ്പോ എന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗ സമയവും ഞാനുണ്ടായിരുന്നത് ഇവിടെയാ. ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ ഇവിടെ ഉള്ളവരുടെ കാരുണ്യത്തില. ഇനി ഒരിക്കൽ കൂടി ഈ മുറ്റത്ത് വന്നിങ്ങനെ നിൽക്കാനാവൂന്ന് കരുതിയതല്ല. പക്ഷെ ഈശ്വരൻ എന്നെ ഇവിടെ എത്തിച്ചു. എല്ലാം വിധിയാടോ. ഇന്ന് നമ്മളിവിടെ വന്ന കാര്യം നടന്നു കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. അല്ല, ഇത് പൂട്ടിരിക്കുകയാണല്ലോ. ഇതിനകത്ത് എങ്ങനെ കയറി പറ്റുന്നത്? താക്കോല് വല്ലതും തന്റെ കയ്യിലുണ്ടോ? എനിക്കതിനകത്ത് കയറാൻ എന്തിനാ താക്കോല്? അടുക്കള വശത്തൂടെ ഒരു വാതിലുണ്ട്. അത് പുറത്തുനിന്ന് തുറക്കാവുന്ന രീതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആ വഴി നേരെ ചെന്ന സ്റ്റെയർ കേസിനടിയിലെത്തും. താൻ വാ.